അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 6ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമി എന്ന് പറയുന്ന വിഷയത്തിൽ വന്ന ചോദ്യപേപ്പറുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. 2024, 2025 വർഷങ്ങളിൽ വന്ന ചോദ്യപേപ്പറുകളാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, ഒരുപാടധികം ഉപകാരപ്പെടും. കഴിഞ്ഞ 2 വർഷങ്ങളിൽ വന്ന ചോദ്യപേപ്പറുകൾ നല്ല രൂപത്തിൽ പരിശോധിക്കുമ്പോൾ ഒരുപാട് ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാൻ പറ്റുമ്പോൾ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ മദ്രസയുമായി ബന്ധപ്പെട്ട് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഒന്നാമതായിട്ട് ഒരു വർഷം വന്ന ചോദ്യം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം ഏതാണെന്നുള്ളതാണ്. ഏതാണ് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം? പെരുന്നാൾ നിസ്കാരം, ഇസ്തിഖാറത്ത് നിസ്കാരം, ളുഹാ നിസ്കാരം. ഇതിലേതാണ് ജമാഅത്ത് സുന്നത്തുള്ളത്? പറഞ്ഞു നോക്കൂ. പെരുന്നാൾ നിസ്കാരമാണ് അല്ലേ. ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം, ളുഹാ നിസ്കാരമൊക്കെ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടതാണ് അല്ലേ, അറിയാം അല്ലേ. രണ്ടാമത്തെ ചോദ്യം ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. എന്ത് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും എന്നുള്ള 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സഹ്വിൻ്റെ സുജൂദ്, ശുക്റിൻ്റെ സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ്. ഏതാണ് നിസ്കാരം ബാത്തിലാവുന്ന കാര്യം? നിസ്കാരത്തിൽ ചെയ്താൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്താൽ അല്ല, ശുക്റിൻ്റെ സുജൂദ് ചെയ്താൽ അല്ലേ. സഹ്വിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ പെട്ടതാണ്. തിലാവത്തിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാറുണ്ട്. ശുക്റിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ എന്താവും? നിസ്കാരം ബാത്തിലാകും. അടുത്ത ചോദ്യം ഉറക്കം തൂങ്ങിയാൽ അല്ലേ. ഉറക്കം തൂങ്ങുന്ന സമയത്ത് നിസ്കാരം എന്താണ്? കറാഹത്താണ്, ഹറാമാണ്, ജായിസാണ്. എന്താണ്? ഉറക്കം തൂങ്ങുന്ന സമയത്ത് നിസ്കരിക്കാൻ പാടുണ്ടോ? പറ്റുക, പക്ഷേ കറാഹത്താണല്ലേ. കറാഹത്താണ് കേട്ടോ. അപ്പോൾ കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം സുബ്ഹാന അൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 തവണ പറയണം. എപ്പോഴാണ് പറയേണ്ടത്? തഹജ്ജുദിന് ശേഷം, തറാവീഹിന് ശേഷം, വിത്റിന് ശേഷം. എപ്പോഴാണ് പറയേണ്ടത്? ഓർമ്മയുണ്ടോ? വിത്റിന് ശേഷം പറയേണ്ടത് കേട്ടോ. വിത്റിന് ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 പ്രാവശ്യം പറയണം. അതറിയാത്തവർ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം നിസ്കാരത്തിൻ്റെ പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഫർളുകൾ. നിസ്കരിക്കുമ്പം എന്ത് ചെയ്യുക? തിലാവത്തിൻ്റെ സുജൂദുണ്ട്. നിസ്കാരത്തിൻ്റെ പുറത്തും തിലാവത്തിൻ്റെ സുജൂദുണ്ടല്ലോ. അപ്പോൾ നിസ്കാരത്തിൻ്റെ പുറത്തുള്ള ഫർളുകൾ എത്രയാണ്? 3 ആണ്, 2 ആണ്, 4 ആണ്. എത്രയാണ്? 4 നിസ്കാരത്തിൻ്റെ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഫർളുകൾ കേട്ടോ. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്തല്ല, നിസ്കരിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, നിസ്കാരത്തിൻ്റെ പുറത്ത് എങ്ങനെയാണെന്നുള്ള അപ്പോൾ 4 ഫർളുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം നിസ്കാരം നിർബന്ധമായത് നുബുവത്തിൻ്റെ 10ാം വർഷം, 11ാം വർഷം, 13ാം വർഷം. ഏതാണ്? ഓർമ്മയുണ്ടോ? എപ്പോഴാണ് നിസ്കാരം നിർബന്ധമായത്? നുബുവത്തിൻ്റെ 10ാം വർഷത്തിലാണ് നിസ്കാരം നിർബന്ധമായത് കേട്ടോ. മറ്റൊരു ചോദ്യ പേപ്പറിൽ ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തേണ്ടത് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം ഏതൊക്കെയാണ്? അവ്വാബീന്, തറാവീഹ്, ളുഹ. നേരത്തെ നമ്മൾ കണ്ട തന്നെയാണ്. ഏതാണ്? തറാവീഹിലാണ് എന്തുള്ളത്? നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ളത്. അവ്വാബീനും ളുഹയൊക്കെ എന്താണ് നിസ്കാരം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ളുഹ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. എന്താണ് പിന്നുള്ളത്? അസ്സലാത്തു ഖൈറും മിനന്നൗം. അതെന്താണ്? ഓർമ്മയുണ്ടോ? അസ്സലാത്തു ഖൈറും മിനന്നൗം എന്നുള്ളത് എന്താണ്? ഓർമ്മയുണ്ടോ? അതെന്താണ്? തെർജീഹ് എന്നതിന് പറയാം, ഹയ്യാല എന്നാണ് പറയുക, തസ്വീബ് എന്നാണ് പറയുക. എന്താ അതിന് പറയാം? അതിന് തസ്വീബ് എന്നാണ് പറയുക അല്ലേ. തെർജീഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാമല്ലോ അല്ലേ. ഹയ്യാല പിന്നെ എല്ലാവർക്കും അറിയാൻ മതി. തെർജീഹ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം അറഫ ലഭിക്കാൻ വേണ്ട നിസ്കാരം പിന്തിക്കൽ. അറഫ ലഭിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ അറഫ ലഭിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കുക. അതിൻ്റെ വിധി എന്താണ്? സുന്നത്താണ്, ഹറാമാണ്, വാജിബാണ്. എന്താണ്? വാജിബാണ് കേട്ടോ. അറഫ ലഭിക്കൂല എന്ന് കണ്ടാൽ പിന്നെ നിസ്കാരം ബന്ധിച്ചിട്ടെങ്കിലും അറഫ ലഭിക്കുന്നത് കാര്യം ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം നിസ്കാരത്തിൽ ചെയ്താൽ ബാത്തിലാകും. നിസ്കാരത്തിൽ ചെയ്താൽ ബാത്തിലാകുന്ന കാര്യം ശുക്റിൻ്റെ സുജൂദ്, സഹ്വിൻ്റെ സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ്. എന്താണ്? നിസ്കാരത്തിൽ ചെയ്താൽ ബാത്തിലാകുന്ന നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കിക്കോട്ടെ. ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമായിട്ട് കാണുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം തറാവീഹ് നിസ്കാരം 11 റക്അത്ത്, 20 റക്അത്ത്, 8 റക്അത്ത്. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം. എല്ലാ റമദാനും നിസ്കരിക്കുന്ന കുട്ടികളായിരിക്കും, നല്ല കുട്ടികളായിരിക്കും. അപ്പോൾ 20 റക്അത്താണല്ലേ, അറിയാലോ. അടുത്ത ചോദ്യം അൽ മസ്ജിദുൽ ഹറാമിൽ ഒരു നിസ്കാരത്തിൻ്റെ പ്രതിഫലം. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിൻ്റെ പ്രതിഫലം എത്രയാണ്? 500 ആണ്, 1000 ആണ്, 1,00,000 ആണ്. എത്രയാണ്? 1,00,000 ആണ് അല്ലേ. അതുപോലെ തന്നെ മറ്റ് 2 പള്ളികൾ കൂടി പറഞ്ഞിട്ടുണ്ട്. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ, മസ്ജിദ് നബവി അല്ലേ. അവിടെയുള്ള പ്രതിഫലങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന ചോദ്യങ്ങൾ ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ്. ചേരുംപടി ചേർക്കുക നമുക്കെല്ലാം പരിചയമുള്ളൊരു ചോദ്യമാണ്. എല്ലാ മാർക്കും ലഭിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നഷ്ടപ്പെടുത്താതിരിക്കുക കേട്ടോ.
കാരണം ഇവിടെ നമ്മൾ ഉത്തരം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉത്തരം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്താൽ മുഴുവൻ മാർക്കും ലഭിക്കും. 2 ഭാഗവും നന്നായിട്ട് വായിക്കുക. ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ എന്താവും, വേറെ ഒന്നും കൂടി തെറ്റും. അങ്ങനത്തെ ചോദ്യമാണ്. ഇപ്പോൾ 2 മാർക്ക് ഒന്ന് തെറ്റിയാൽ തന്നെ പോകും. വളരെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് 2 ഭാഗം ഒന്ന് വായിച്ച് നോക്കാം. ഗ്രഹണ നിസ്കാരം, വിത്ർ നിസ്കാരത്തിൽ പൂർണ്ണമായ രൂപം, മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ, ളുഹായിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, തറാവീഹ് നിസ്കാരം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റക്കായത്തുകളുടെ എണ്ണമാണ് ഇപ്പുറത്ത് പറയുന്നത്. 10 റക്കായത്ത്, 8 റക്കായത്ത്, 2 റക്കായത്ത്, 20 റക്കായത്ത്, 11 റക്കായത്ത് അല്ലേ. നമുക്ക് ഓരോന്ന് വിശദമായിട്ട് നോക്കാം. ഒന്ന് ഗ്രഹണ നിസ്കാരം അല്ലേ. എന്താണ് ഗ്രഹണ നിസ്കാരം അറിയില്ലേ? അത് എത്ര റക്കായത്താണ്? ഗ്രഹണ നിസ്കാരം അത് 2 റക്കായത്താണ് അല്ലേ. നമുക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് വായിച്ച് നോക്കാം. വിത്ർ നിസ്കാരത്തിൻ്റെ പരിപൂർണമായ രൂപം എത്രയാണ്? വിത്ർ നിസ്കാരത്തിൻ്റെ പരിപൂർണമായ രൂപം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് അതൊന്ന് വിട്ടുപോയത്. നിങ്ങളങ്ങനെ വിടണമെന്നില്ല, നേരെ ചെയ്യാൻ പറ്റും. അപ്പം വിത്ർ നിസ്കാരത്തിൻ്റെ പരിപൂർണമായ രൂപം നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഉണ്ടാകുന്ന കാര്യമാണിത്. എത്രയാണ്? 11 ആണല്ലേ. 11 റക്കായത്താണ്. അപ്പോൾ നമ്മളവിടെ ഈ എഴുതി കൊടുത്തു. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ. മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ എത്രയാണ്? ഒക്കെ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. 10 റക്കായത്താണല്ലേ മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ. അപ്പോൾ നമ്മളിവിടെ സി എന്ന് എഴുതി കൊടുത്തു. അടുത്ത ചോദ്യം എന്താ? ളുഹായിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ളുഹായിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എത്ര റക്കായത്താണ്? 8 റക്കായത്താണ് അല്ലേ. 8 റക്കായത്താണ് ളുഹായിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോൾ നമ്മൾ ബി എന്ന് എഴുതി കൊടുത്തു. അടുത്തത് തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരം എത്ര റക്കായത്താണ്? 20 റക്കായത്താണ്. ഡി എന്ന് എഴുതി കൊടുക്കുന്നു അല്ലേ. ഡി എന്ന് എഴുതി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായി ഉറപ്പായി. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് സി മാത്രമാണ് അല്ലേ. അപ്പോൾ നമ്മൾ സി എന്നതിന് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടേക്ക് എഴുതി കൊടുക്കുക സി. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് 1 മാർക്ക് ചിലപ്പോൾ ബോണസായിട്ട് കിട്ടും, ചിലപ്പോൾ 1 മാർക്ക് നമുക്ക് വേറെ ഏതെങ്കിലും തെറ്റിച്ചാൽ 1 മാർക്ക് പോകും. അങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യമാണ്. വളരെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതേ രൂപത്തിൽ മറ്റൊരു ചോദ്യം നമുക്ക് പരിശോധിച്ച് നോക്കാം. എന്താണ്? ചേരുമ്പോൾ ചേർക്കാനുള്ള ചോദ്യമാണ്. നോക്കാം. ഇവിടെയും നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഉറപ്പുള്ളത് മാത്രം എഴുതുക. സംശയമുള്ളത് നമ്മൾ പിന്നീട് ആക്കിയാലും മതി. പക്ഷേ ഒരു ചോദ്യം വിട്ടുപോകരുത് കേട്ടോ. എല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇവിടെ ഉള്ളത് വായിച്ച് നോക്കുക. സമയമാവുക, കിബിലക്ക് മുന്നിടുക, ഇഅ്തികാഫിനെ നിയ്യത്ത് ചെയ്യുക, തമാശ രൂപത്തിൽ വല്ലതും ചെയ്യുക, പുരുഷന് തലയും ചിലയും ചുമലും മറക്കാതിരിക്കുക. മറ്റേ ഭാഗത്ത് മസ്ജിദ് പാലിക്കേണ്ട അദബ്, നിസ്കാരം ബാത്തിലാവുന്ന കാര്യം, നിസ്കാരത്തിൽ വരുത്തുന്ന കറാഹത്ത്, അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഷർത്ത്, അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും സുന്നത്ത്, ഇങ്ങനെ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തത് സമയമാവുക എന്നുള്ളതാണ്. സമയമാവുക ഇതെന്താണ്? സമയമാവുക എന്നുള്ളത് അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും എന്താണ്? നമ്മൾ പഠിച്ചതാണല്ലേ. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഷർത്താണ് സമയമാവുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഡി എന്ന് എഴുതി കൊടുക്കുന്നു. രണ്ടാമത്തെ എന്താ? കിബിലക്ക് മുന്നിടുക. കിബിലക്ക് മുന്നിടുക എന്നുള്ളത് എന്താണ്? ഇവിടെ വായിച്ചു നോക്കുകയാണെങ്കിൽ മസ്ജിദിൽ പാലിക്കേണ്ട അദബാണോ? നിസ്കാരം ബാത്തിലാവുന്ന കാര്യമാണോ? നിസ്കാരത്തിൽ വരുന്ന കറാത്താണോ? അതൊന്നും അല്ലല്ലേ. എന്താണ്? അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും സുന്നത്താണ് കിബിലക്ക് മുന്നിടുക എന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ ഈ എന്ന് എഴുതി കൊടുക്കുന്നു. അടുത്ത ചോദ്യം എന്താ? ഇഅ്തികാഫിൻ്റെ നിയ്യത്ത്. ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് എന്താ? അത് മസ്ജിദിൽ പാലിക്കേണ്ട അദബാണല്ലേ. മസ്ജിദിൽ പാലിക്കേണ്ട അദബിൽപ്പെട്ടതാണ് ഇഅ്തികാഫ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇഅ്തികാഫിനെ നിയ്യത്ത് ചെയ്യുക കേട്ടോ. അതാണ് ചോദ്യം. വായിച്ചപ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. ഇഅ്തികാഫിനെ നിയ്യത്ത് ചെയ്യുക. അടുത്ത ചോദ്യം എന്താ? തമാശ രൂപത്തിൽ വല്ലതും ചെയ്യുക. തമാശ രൂപത്തിൽ വല്ലതും ചെയ്യണം എന്താണ്? നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ് അല്ലേ. തമാശ രൂപത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. ബി എന്ന് എഴുതി കൊടുക്കുന്നു. അടുത്ത ചോദ്യം എന്താണ്? പുരുഷൻ തലയും ചുമലും മറക്കാതിരിക്കുക. അത് നിസ്കാരത്തിൽ വരുത്തുന്ന കറാഹത്താണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? സി എന്ന് എഴുതി കൊടുക്കുന്നു. അപ്പോൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് എഴുതിയാലും മുഴുവൻ മാർക്കും ലഭിക്കും. ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ നമുക്ക് മാർക്കുകൾ അതിനനുസരിച്ച് നഷ്ടപ്പെടും. വളരെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ചോദ്യവും ഉത്തരവും ഇവിടെ ഉണ്ട്. നമ്മൾ ശരി സെലക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ചോദ്യങ്ങളാണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യങ്ങൾ. ഇത് നമ്മൾ എഴുതി കൊടുക്കണം. അവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം. ചെറിയൊരു വാക്ക് എഴുതാൻ ഉണ്ടാവുള്ള ഉത്തരം. അപ്പോൾ നമുക്ക് വളരെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഏതായാലും നമുക്ക് വായിച്ച് നോക്കാം. ഉത്തരം കിട്ടുന്ന ആൾക്കൊന്ന് ആദ്യമൊന്ന് ഗസ് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മളിവിടെ ഉത്തരം ആദ്യം മറച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാം. കിട്ടുന്ന ആളുകൾക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചോളൂ ഇൻഷാ അല്ലാഹ്. നമുക്ക് വായിച്ച് നോക്കാം. ഒരു റക്അത്തിൽ 2 റുക്കൂഉള്ള നിസ്കാരം ഏതാണെന്ന് പറഞ്ഞു നോക്കൂ. പറയൂ, മനസ്സിലൊന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിച്ചോളൂ. ഏതാണ്? ഒരു റക്അത്തിൽ തന്നെ 2 റുക്കൂഉ ഉണ്ടാവും. 4 റക്അത്തിലാണെങ്കിൽ 4 റുക്കൂഉ ഉണ്ടാവും. പക്ഷേ ഇത് 4 റക്അത്താണ് 8 റുക്കൂഉ ഉണ്ടാവും. ഏതാണ് അങ്ങനത്തെ നിസ്കാരം? പറയൂ. ഗ്രഹണ നിസ്കാരത്തിലാണ് ഒരു റക്അത്തിൽ തന്നെ 2 റുക്കൂഉ ഉള്ളത് അല്ലേ.
അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കുക. അള്ളാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലം ഏതാണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലം എന്ന് നമ്മൾ പഠിച്ചത് പറഞ്ഞു നോക്കൂ. മസ്ജിദുകളാണ് അല്ലേ. അടുത്ത ചോദ്യം, അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരം ബന്ധിക്കുന്നതിൻ്റെ വിധി എന്താ? അപകടത്തിൽപ്പെട്ടാൽ അയാളെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരം ബന്ധിക്കൽ എന്താ പറഞ്ഞു നോക്കൂ. നേരത്തെ നമ്മൾ അറഫയ്ക്ക് വേണ്ടി ബന്ധിക്കൽ പറഞ്ഞില്ലേ, അതേ രൂപത്തിൽ അപകടത്തിൽപ്പെട്ടാൽ പറയൂ. നിർബന്ധമാണല്ലേ, ഒരാൾ അപകടത്തിൽ കുടുങ്ങിയാൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നിസ്കാരമൊക്കെ ബന്ധിക്കാം. പിന്നെ അടുത്ത ചോദ്യം, അൽ മസ്ജിദുൽ ഹറാമിൽ ഒരു നിസ്കാരത്തിൽ ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? മസ്ജിദുൽ ഹറാമിൽ നേരത്തെ നമ്മൾ കണ്ടത് തന്നെയാണ് അല്ലേ. എത്രയാണ്? 1,00,000 പ്രതിഫലമാണ്. മസ്ജിദുൽ അക്സ, മസ്ജിദുൽ നബവിയൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടാകുന്ന ഷൈത്താൻ്റെ പേരെന്താ? നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ ഒരാളെക്കുറിച്ച്, ആരാണത്? ഖിൻസിബാണ് അല്ലേ. എത്ര എണ്ണം കിട്ടിയെന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ കമൻറ്റിലായിട്ട്. പിന്നെ അങ്ങ് മറന്നതോ അല്ലെങ്കിൽ നിസ്കാരം ചുരുക്കപ്പെട്ടതോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് ചോദിച്ച സഹാബി ആരാ അല്ലേ? റസൂലുള്ളാഹി ഒരു അസർ നിസ്കാരത്തിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടില്ലേ. അപ്പോൾ അങ്ങ് മറന്നതാണോ അതല്ല നിസ്കാരം ചുരുക്കിയതാണോ എന്ന് ചോദിച്ചില്ലേ, അത് ആരായിരുന്നു? ഓർമ്മയുണ്ടോ? പറഞ്ഞു നോക്കൂ. ദുൽയദൈൻ എന്ന് പറഞ്ഞ സഹാബിയാണല്ലേ, ദുൽയദൈൻ റളിയല്ലാഹു അൻഹു കേട്ടോ. അപ്പോൾ ഈ രൂപത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ചോദ്യപേപ്പറിൽ ഇതേ രൂപത്തിൽ പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൂരിപ്പിക്കുക. അത്തായ സമയത്താണ് ഡാഷ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമമായ സമയം ഏതാണ്? അത്തായ സമയത്ത് നിസ്കരിക്കേണ്ട നിസ്കാരം തഹജ്ജുദാണ് അല്ലേ. ഓർമ്മയുണ്ടല്ലോ അല്ലേ. രണ്ടാമത്തത് മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ ഡാഷ് റക്അത്താണ്. എത്ര റക്അത്താണ് മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ? നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലേ. എത്രയാണ്? 10 റക്അത്താണ് അല്ലേ. മൊത്തം റവാത്തിബ് സുന്നത്തുകൾ എത്ര എന്നുള്ള പഠിക്കണം കേട്ടോ. അതിന് കൂട്ടത്തിൽ മുഅക്കദായത് 10 റക്അത്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, സജദ വജീഹില്ലദി ഖലഖഹു വ സവ്വറഹു ഡാഷ് വ ബസറഹു ബി ഹൗലിഹി വ ഖുവ്വതിഹി അല്ലേ. എന്താണ് നമ്മൾ സുജൂദിൽ ചെല്ലേണ്ട ദിക്റാണല്ലേ. ഏത് സുജൂദ് ചെല്ലേണ്ടതാണ് ഒക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്താണ് ഇതിൻ്റെ ബാക്കി? ഇവിടെ വിട്ടുപോയത് എന്താ? സജദ വജീഹില്ലദി ഖലഖഹു വ സവ്വറഹു വ ശഖ്ഖ സമഅഹു അല്ലേ. വ ബസറഹു ബി ഹൗലിഹി വ ഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇത് നമ്മൾ കാണാതെ പഠിച്ചാൽ മാത്രം പോരാ, അത് എഴുതാൻ കൂടി പഠിക്കണം കേട്ടോ. അക്ഷരങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ അറിയണം ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം, അല്ലാഹു തആലയുടെ പ്രീതി പ്രതീക്ഷിച്ച് ഡാഷ് വർഷം അദാൻ ചെയ്തവർക്ക് നരകമോചനമുണ്ട്. ആർക്കാണ് നരകമോചനമുണ്ട്? അദാൻ കൊടുത്താലില്ലേ, അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് അദാൻ ചെയ്താൽ അവർക്ക് എന്ത് പ്രതിഫലം കൊടുക്കുന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതിന് എത്ര വർഷം വേണമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? പറഞ്ഞു നോക്കൂ. 7 വർഷം അല്ലേ. 7 വർഷം അദാൻ ചെയ്താൽ നരകമോചനമുണ്ട്. അടുത്ത ചോദ്യം, അൽ ഫജ്റു സ്വാദിഖ് വെളിവായത് മുതൽ ഡാഷ് വരെയാണ് സുബഹി നിസ്കാരത്തിൻ്റെ സമയം. എപ്പോഴാണ് സുബഹി നിസ്കാരത്തിൻ്റെ സമയം? സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് അല്ലേ. അപ്പോൾ വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സുബഹി നിസ്കാരത്തിൻ്റെ സമയം. അപ്പോൾ ഓരോ നിസ്കാരത്തിൻ്റെയും സമയം നമ്മൾ പഠിച്ചു വെക്കുക. ഏതാണ് നമുക്ക് പൂരിപ്പിക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അടുത്ത ചോദ്യം, നിസ്കാര സമയം അറിയാൻ വഴിയില്ലെങ്കിൽ ഡാഷ് നടത്തി സമയം മനസ്സിലാക്കി നിസ്കരിക്കണം. എന്താ അവിടെ പറഞ്ഞത്? എന്ത് നടത്താനാണ് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഈ ഗവേഷണം അല്ലേ, ഇജ്തിഹാദ് ഗവേഷണം നടത്തിയിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യമാണ്. ഒറ്റ വാക്കിൽ നമ്മൾ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾ. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഇസ്റാവും മിഅ്റാജും ഉണ്ടായ മാസം ഏതാണ്? ഇസ്റാവും മിഅ്റാജും ഉണ്ടായ മാസം പറഞ്ഞു നോക്കൂ. ഏതാണ്? ഏത് മാസത്തിലാണ്? റജബ് മാസത്തിലാണ് അല്ലേ. രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ ഖിറാഅത്തിൽ വസ്വാസ് ഉണ്ടാകുന്ന ഷൈത്താൻ്റെ പേര് നേരത്തെ നമ്മൾ കണ്ട തന്നെയാണ്. ഓർമ്മയുണ്ടോ? പറയൂ. ഖിൻസിബാണ് അല്ലേ. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ആദ്യം നിർമ്മിച്ച മസ്ജിദ് ഏതാണ്? മസ്ജിദുൽ ഖുബ ആണല്ലേ. അടുത്ത ചോദ്യം, വെള്ളത്തിന് പ്രയാസപ്പെടുന്ന സമയത്തുള്ള നിസ്കാരം ഏത്? വെള്ളത്തിന് പ്രയാസപ്പെടുന്ന സമയത്ത് നിസ്കരിക്കൽ സുന്നത്തുള്ള നിസ്കാരം ഉണ്ട്. ആ നിസ്കാരത്തിൻ്റെ പേരെന്താണ്? മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം എന്നൊക്കെ പറയില്ലേ, ഇസ്തിസ്ഖാ നിസ്കാരം. ഓർമ്മയുണ്ടല്ലോ അല്ലേ. അടുത്തത്, ഉറക്കം തൂങ്ങുന്ന സമയത്ത് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണെന്ന് ചോദ്യം വീണ്ടും വന്നിട്ടുണ്ട്. എന്താണ്? നേരത്തെ നമ്മൾ കണ്ടു, കറാഹത്താണ്. അടുത്ത ചോദ്യം എന്താണ്? നിസ്കാരത്തിൻ്റെ പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഫർളുകൾ എത്രയാണെന്ന് ചോദ്യമുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് തന്നെയാണ്. എത്രയാണ് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഫർള് നിസ്കരിക്കുന്ന സമയത്ത്? അല്ലെങ്കിൽ എത്രയാണ്? 4 ഫർളുകളാണ് അല്ലേ. ഈ രൂപത്തിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം വരുന്നത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യങ്ങളാണ്. എന്താണ്? നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം. അള്ളാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്ന് ചോദിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ് എന്നുള്ളതാണ്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്? പറഞ്ഞു നോക്കൂ. പറയൂ. നിസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണ് അള്ളാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അല്ലേ.
പിന്നെ നിസ്കാരത്തിലല്ലാതെ അദാനും ഇഖാമത്തും സുന്നത്തുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെ സമയത്താണ് നിസ്കാരത്തിലല്ലെങ്കിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്തുള്ളത് പറയൂ. ഒരുപാട് സമയങ്ങളുണ്ട്, 2 ഇതാണ് പറഞ്ഞത്, നമ്മൾ പറയൂ. പ്രസവിച്ച കുഞ്ഞിൻ്റെ ചെവിയിൽ, യാത്രക്കാരൻ്റെ പിറകിൽ, അല്ലേ, അങ്ങനെ ഒരുപാട് സ്ഥലം പറയുന്നുണ്ട്. നമ്മളത് പഠിച്ചു വെക്കുക കേട്ടോ. ചിലപ്പോൾ നമ്മളോട് 4 എഴുതാൻ പറഞ്ഞാൽ അത് നമുക്ക് എഴുതാൻ കിട്ടണം, അത് ആ രൂപത്തിൽ മനസ്സിലാക്കി വെക്കാം. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവർക്ക് ഈമാനുണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. ആർക്കാണ് ഈമാൻ ഉണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ എന്ന് പറയാൻ പറഞ്ഞത്? ആരെക്കുറിച്ച് റസൂൽ അങ്ങനെ പറഞ്ഞത്? പറഞ്ഞു നോക്കൂ. മസ്ജിദിലേക്ക് പതിവായി പോകുന്നവർക്കില്ലേ, മസ്ജിദിലേക്ക് പതിവായി പോകുന്നവർക്ക് ഈമാൻ ഉണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അടുത്ത ചോദ്യം, ശുക്റിൻ്റെ സുജൂദ് സുന്നത്തുള്ള 2 സ്ഥലങ്ങൾ ഏതാണ്? ശുക്റിൻ്റെ സുജൂദ് സുന്നത്ത്, ഇപ്പോൾ ശുക്റിൻ്റെ സുജൂദ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. അത് സുന്നത്തുള്ള 2 സ്ഥലം എവിടെയൊക്കെയാണ്? അപ്രതീക്ഷിതമായ അനുഗ്രഹം ഉണ്ടാവുക, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക, മുസീബത്തിലാക്കപ്പെട്ടവനെ കാണുക, അല്ലേ. മുസീബത്തിലായ ആളെ കാണുമ്പം നമ്മൾ എന്ത് ചെയ്യുക? ശുക്റിൻ്റെ സുജൂദ്, അവരെ കാണാതെ ശുക്റിൻ്റെ സുജൂദ് ചെയ്യുക, അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കും കേട്ടോ. എത്ര സമയങ്ങൾ, ഇപ്പോൾ 2 അവിടെ എഴുതാൻ പറഞ്ഞത്. അപ്പം ആ പേജിൽ ആ സ്ഥലത്ത് എത്ര പറയുന്നുണ്ടോ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം ഉള്ളത്, മൗമൂമും അബുആദു സുന്നത്ത് മറന്ന് ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണം? മൗമൂം അബുആദു സുന്നത്ത് മറന്ന് ഒഴിവാക്കിയാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇമാമിനോട് ചേരുന്നതിന് വേണ്ടി അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധമാണ്, അല്ലേ. അപ്പോൾ നമ്മൾ ഒഴിവാക്കിയാണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് തിരിച്ചു പോകണം. കാരണം ഇമാമിൻ്റെ കൂടെയാണല്ലോ, മൗമൂമിൻ്റെ ഇമാമിൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ഇമാമിനോട് ചേരുന്നതിന് വേണ്ടി തന്നെ പോകും, അല്ലേ. അതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. അടുത്ത ചോദ്യം, ളുഹാ നിസ്കാരത്തിൻ്റെ സമയം ഏതാണെന്നുള്ളതാണ്. ളുഹാ നിസ്കാരത്തിൻ്റെ സമയം ഏതാ? നമ്മൾ നേരത്തെ ളുഹാ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അവിടെയൊക്കെ അതിൻ്റെ സമയം നമ്മൾ പറഞ്ഞിട്ടില്ല. എപ്പോഴാണ് അതിൻ്റെ സമയം? സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് മുതൽ ഉച്ചയാകുന്നത് വരെയാണ്, അല്ലേ. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കി വെക്കാം കേട്ടോ. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിരോധിച്ച സ്ഥലങ്ങളിൽ 4 ഏതാണ്? എവിടെയൊക്കെയാണ് നിസ്കാരം ഉപേക്ഷിച്ച സ്ഥലം? നിസ്കാരം നിരോധിച്ച സ്ഥലങ്ങൾ കേട്ടോ. എവിടെയൊക്കെയാണ് പറഞ്ഞു നോക്കൂ. 1, മാലിന്യം ഒഴിവാക്കുന്ന സ്ഥലം, പിന്നെ അറവ് നടത്തുന്ന സ്ഥലം, ശ്മശാനം, വഴി, ടോയ്ലറ്റ്, ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലം, അല്ലേ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കഅബയുടെ മുകൾ ഭാഗം, അങ്ങനെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. ഇവിടെ നമ്മളോട് എത്ര 4 എഴുതാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എല്ലാം പഠിച്ചു വെക്കുക. എത്രയാണോ എഴുതാൻ പറയുന്നത് അത്രയും എഴുതി കൊടുക്കുക കേട്ടോ. അടുത്ത ചോദ്യം വരുന്നത്, ഒറ്റ വാചകത്തിൽ ഉത്തരേതുക എന്നുള്ള മറ്റൊരു ചോദ്യപേപ്പറിലെ ചോദ്യമാണ്. നിസ്കാരത്തിനല്ലാതെ അദാനും ഇഖാമത്തും സുന്നത്തുള്ള 2 സ്ഥലങ്ങൾ ഏതാനാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ്, അല്ലേ. എന്താണ്? നേരത്തെ നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. പ്രസവിച്ച ഉടനെ കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ അദാനും ഇടത് ചെവിയിൽ ഇഖാമത്തും, യാത്രക്കാരൻ്റെ പിന്നിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യമുള്ളത് എന്താണ്? ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ റുക്കൂഇൽ എത്തിയ ശേഷം ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്ക് ഫാത്തിഹ ഓതിയോ സംശയം ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? ഖിയാമിലേക്ക് തിരിച്ചു വരികയും ഫാത്തിഹ ഓതുകയും വേണം, അല്ലേ. പിന്നെ അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവർക്ക് ഈമാൻ ഉണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. ആർക്ക്? നേരത്തെ നമ്മൾ കണ്ട ചോദ്യം തന്നെയാണ്, അല്ലേ. മസ്ജിദിലേക്ക് പതിവായി പോകുന്നവർക്ക് ഈമാൻ ഉണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. അടുത്ത ചോദ്യം, മഅ്മൂം അബുആദു സുന്നത്ത് മറന്ന് ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണം? നേരത്തെ കണ്ട ചോദ്യം തന്നെയാണ്, അല്ലേ. എന്താണ്? ഇമാമിനോട് ചേരാൻ വേണ്ടി അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധമാണ്. അടുത്ത ചോദ്യം എന്താണ്? ജമാഅത്ത് സുന്നത്തുള്ള 4 നിസ്കാരങ്ങളുടെ പേര് ഏതാനാണ്? ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ പറഞ്ഞു നോക്കൂ. ഏതൊക്കെയുണ്ട്? പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴയെ തുടർന്ന നിസ്കാരം, തറാവീഹ്, അല്ലേ. അങ്ങനത്തെ റമദാനിലെ വിത്തർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അല്ലാഹു തആല കരാർ ചെയ്തിട്ടുണ്ട്. ആർക്കാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു തആല കരാർ ചെയ്ത ആളുകൾ ആരാ? പറഞ്ഞു നോക്കൂ. 5 വക്ത് നിസ്കാരം പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുന്നവരെ, അല്ലേ. ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, നിസ്കാരത്തിൽ ഖുർആൻ പാരായണത്തിൽ വരുന്ന കറാഹത്തുകളിൽ 2 ഏതാണ്? നിസ്കാരത്തിൽ വരുന്ന കറാഹത്തുകൾ ഖുർആൻ പാരായണത്തിൽ ഔദു, സൂറത്ത് എന്നിവ ഒഴിവാക്കുക, ഇമാം ഫാത്തിഹ ഓതാൻ തുടങ്ങും മുമ്പ് ഫാത്തിഹ ഓതുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ പഠിച്ചു വെക്കുക. അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അതിന് ഓരോ പാഠത്തുനിന്നും പല ചോദ്യങ്ങൾ വരാം. ഇവിടെ വന്ന ചില ചോദ്യങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. നിസ്കാരം എന്ന് വന്നിട്ടുണ്ട്, മസ്ജിദിൻ്റെ മഹത്വം വന്നിട്ടുണ്ട്. നിസ്കാരം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിസ്കാരം അല്ലാഹു തആലയുമായുള്ള മുനാജാത്താണ്. അള്ളാഹുവിന് മുന്നിൽ നിൻ്റെ വിനയവും അടിമത്വവും ബോധിപ്പിക്കുന്ന ഇബാദത്താണ് അത്. മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്ന തെറ്റുകളിൽ നിന്ന് നടന്നു നിർത്തുന്നു. നുബുവത്തിൻ്റെ 10-ാം വർഷം റജബ് 27 ഇസ്രാ മിറാജിൻ്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. പിന്നെ മസ്ജിദിൻ്റെ മഹത്വം എന്ന് ചോദിക്കുകയാണെങ്കിൽ മസ്ജിദുകൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലങ്ങളാണ് അവ.
മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക് ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മസ്ജിദുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 3 മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ എന്നിവയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം കേട്ടോ. ഓരോ പാഠത്തിലും ഇതേ രൂപത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ട് നോക്കുക. നമ്മൾ തഖ്സീസിൻ്റെ ഭാഗത്തൊക്കെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. മറ്റൊരു ഇതിലുള്ള പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയുള്ള ചോദ്യമുണ്ട്, അപ്പോൾ അത് നമ്മൾ പഠിച്ചണം. അതുപോലെ തന്നെ മസ്ജിദിൻ്റെ മഹത്വം എന്നുള്ള ചോദ്യമുണ്ട്, അതും നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു തന്നെയാണ്. ഈ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരാമെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. 5 മാർക്കിൻ്റെ 5 വരിയിൽ എഴുതാൻ വരുന്ന കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ഒന്ന് എഴുതി നോക്കുക. ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിലൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരുങ്ങും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ആപ്പിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ കൂടെ കൂടിയാൽ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.